نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. ഇന്ന് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ, സന്തോഷത്തിന്റെ പെരുന്നാൾ മുഅ്മിനീങ്ങൾക്ക്, മുവഹിദുകൾക്ക്. അല്ലാഹുവുമായി നടത്തിയ കരാറിന്റെ പൂർത്തീകരണം, അത് സംഭവിച്ചതിനുള്ള സന്തോഷമാണെന്ന് മുഅ്മിനീങ്ങൾക്ക് ലോകം മുഴുവനും, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും മുവഹിദുകളും ഇന്ന് സന്തോഷത്തിലാണ്. അല്ലാഹുവുമായിട്ടൊരു കരാറിലായിരുന്നു ഭൂലോകത്തുള്ള മനുഷ്യരും മുഴുവനും, ജാതിമത ഭേദമന്യേ. ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും അടിസ്ഥാനപരമായി മനുഷ്യരാണ്. അൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിക്കുള്ളൊരു പ്രത്യേകത അവന്റെ ഉൽപ്പത്തി തികച്ചും അഭൗതികമാണ്, ആകാശ സംവിധാനത്തിലാണ്.
പ്രത്യുൽപാദനം മാത്രമാണ് ഭൂമിയിൽ. ഒരു ദിവസം ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യും തികച്ചും അഭൗതിക ലോകത്തേക്ക്. അഭൗതിക ലോകത്ത് നിന്ന് ജീവിതം ആരംഭിക്കുകയും ഭൗതിക ലോകത്ത് പ്രത്യുൽപാദനവും മറ്റുമായി കുറച്ചു കാലം കഴിയുകയും ഏറ്റെടുത്ത ഉത്തരവാദിത്വം പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ദിവസം തിരിച്ചു പോകുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും കഴിഞ്ഞുപോയ കാലത്തെ സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച നടക്കുകയും ചെയ്യും. അത് ആകാശലോകത്തിൽ വെച്ച് മനുഷ്യൻ അള്ളാഹുമായിട്ട് ദൈവവുമായിട്ട് കരാർ നടക്കുന്ന സന്ദർഭത്തിൽ മതങ്ങൾ ഉണ്ടായിരുന്നില്ല, മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം മനുഷ്യൻ ആകാശലോകത്ത് അള്ളാഹുവിന് നൽകിയ കരാറ് ലംഘിച്ചതിന്റെ പേരിലാണ് ദീനുൽ ഇസ്ലാമിനെ സംവിധാനിക്കേണ്ടി വന്നത്. ആ കരാറിലേക്ക് തിരിച്ചു വരാൻ എന്തായിരുന്നു ആകാശലോകത്ത് അള്ളാഹ്ക്ക് മനുഷ്യർ കൊടുത്ത കരാർ? മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദുലായാലും മജൂസിയായാലും നിരീശ്വരവാദിയായാലും ഭൗതികവാദിയായാലും ആരായാലും അൽ-ഇൻസാൻ, ആദമിന്റെ സന്തതി. അല്ലാഹു തആല അങ്ങനെയാണ് അവനെ വിശേഷിപ്പിക്കുന്നത്, മനുഷ്യർ, അൽ-ഇൻസാൻ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരിചയപ്പെടുത്തുന്നിടത്ത് ജാതിയെയോ മതത്തെയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തെയോ പരിഗണിച്ചുകൊണ്ട് മനുഷ്യനെ വിഭജീകരിച്ചിട്ടില്ല. ഒറ്റ മനുഷ്യൻ, ഒരു ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒരാൾ, പിതാവിന്റെയും ഒരു മാതാവിന്റെയും മക്കൾ. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. അല്ലാഹു അക്ബർ. എത്ര നല്ല പ്രമേയമാണ് ഇസ്ലാമിന്റെ. ഒരാളിന്റെയും പെണ്ണിന്റെയും മക്കൾ. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യാത്മാക്കളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അന്ന് മനുഷ്യരെ മുഴുവനും ആ കരാറിൽ ഒപ്പിട്ടിരുന്നു. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ജാതി തിരിച്ചുകൊണ്ടോ കരാറിൽ ഒപ്പിടാതെ മാറി നിന്നവരാരും ഉണ്ടായിട്ടില്ല. പ്രമാണങ്ങളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ റബ്ബ് ആരാണ്? അതാണ് അടിസ്ഥാനം. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് അംഗീകരിക്കലാണ്. എന്താണ് ഈ റബ്ബ്? എന്റെ ഉടമസ്ഥനാകാനും എന്നെ നിർമ്മിക്കാനും എന്നെ നിയന്ത്രിക്കാനും അവകാശവും അധികാരവും ഉള്ള ഒരേ ഒരുത്തൻ, അവനാണ് എന്റെ റബ്ബ്. നാം പലപ്പോഴും റബ്ബ് എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. രക്ഷിതാവ് എന്ന് മലയാളത്തിൽ അർത്ഥം വെച്ച് നാം വിട്ടപ്പോൾ നമുക്കതിന്റെ ഗൗരവം മനസ്സിലായില്ല. റബ്ബ് എന്നതിന് കൃത്യമായ അർത്ഥം നാം മനസ്സിലാക്കിയിരിക്കണം. 3 അധികാരാവകാശങ്ങൾ ഏതൊരുവന്റെ മാത്രം കയ്യിലാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. ഏതാണ് 3 അധികാരാവകാശങ്ങൾ? അൽ മുൽക്കു വൽ ഖൽഖു വത് തദ്ബീർ. ഈ പ്രപഞ്ചമഖിലത്തിന്റെയും ഉടമസ്ഥനാകാൻ അവകാശമുള്ളവൻ, ഈ പ്രപഞ്ചമഖിലത്തെയും അങ്ങ് അർശുമുട്ട് ഇങ്ങ് പരമാണുക്കളെ വരെ നിർമ്മിക്കാൻ അധികാരമുള്ളവൻ, നിർമ്മാണത്തിന് ശേഷം അവകളെ മുഴുവനും നിയന്ത്രിക്കാനുള്ള അധികാരമുള്ളവൻ. ഈ 3 അധികാരം ആർക്കുള്ളതാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. ആ റബ്ബിനെയാണ് നാം മലയാളത്തിൽ രക്ഷിതാവ് എന്ന് പരിഭാഷപ്പെടുത്തിയത്. ഈ റബ്ബ് മനുഷ്യന്റേതാണ്. റബ്ബിന്നാസ്, അന്നാസിന്റേതാണ് റബ്ബ്, മനുഷ്യരുടേതാണ് റബ്ബ്, സകല ചരാചരങ്ങളുടേതുമാണ് റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ മതവിഭജീകരണം നടത്തിയിട്ടില്ല. ഒരു മതത്തിൽ മാത്രം അവകാശപ്പെട്ടതാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. മനുഷ്യർക്ക് മൊത്തത്തിലുള്ളതാണ് റബ്ബ്. അതെ, ആദ്യത്തെ മനുഷ്യനായ ആദം തൊട്ട് ലോകാവസാനം വരെ ഇവിടെ ജനിച്ചു വരാനുള്ള സകലമാന മനുഷ്യ സമൂഹത്തെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ എടുപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ കൊണ്ട് ഒരു എഗ്രിമെന്റിൽ ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഇന്ന് ഭൂലോകത്ത് ജീവിക്കുന്ന 1100 കോടിയോളം വരുന്ന മനുഷ്യരുണ്ട്. ആദം തൊട്ട് ഇന്നേ വരെ കഴിഞ്ഞുപോയ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഇന്നു മുതൽ അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ ഇനി വരാനിരിക്കുന്ന കോടാനകോടി മനുഷ്യരുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു തആല അതിഗംഭീരമായ ഒരു കരാറിൽ ഏർപ്പെടുന്നത് മനുഷ്യരുമായിട്ട്. ഖുർആൻ وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ
فأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا. സുബ്ഹാനല്ലാഹ്. ഇവിടുത്തെ ഹിന്ദു പറഞ്ഞ ഷഹാദ, ഇവിടുത്തെ ക്രിസ്ത്യാനി പറഞ്ഞ ഷഹാദ, ഇവിടുത്തെ മുസ്ലിം പറഞ്ഞ ഷഹാദ, ഇവിടുത്തെ നിരീശ്വരവാദി പറഞ്ഞ ഷഹാദ. അതെ, ഇങ്ങനത്തെ ഒരു വാദവുമില്ലാതെ മനുഷ്യൻ സ്വതന്ത്രനായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ അള്ളാഹ്ക്ക് കൊടുത്ത ഷഹാദ. ഷഹാദ മീൻസ് കരാർ, ഉടമ്പടി. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് മുഴുവനത്തിനോടുമായി ഒരു കരാർ വാങ്ങി. വഇദ് അഖദ റബ്ബുക, നിങ്ങളെ റബ്ബ് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട് മനുഷ്യ. ഇവിടുത്തെ മനുഷ്യരോടാണ് ഇത് നാം അറിയിക്കുന്നു. ലോകത്തുള്ള സകലമാന ജാതി മതവിഭാഗങ്ങളോടും നാം ഇത് അറിയിക്കുന്നു ഈ ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ. എന്താണ് കരാറ്? കരാറ് മാത്രമല്ല അല്ലാഹു തആല വാങ്ങിയത് ഫഅശ്ഹദഹും, ഓരോ മനുഷ്യരെ കൊണ്ടും ഷഹാദത്ത് പറയിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏതാണ് വിഷയം? അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലേ? കാലു, മനുഷ്യരാശി മുഴുവനും അന്ന് പറഞ്ഞതാണ്. കാലു, ഖുർആൻ പരിഭാഷ അറിയുന്നവർക്ക് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഏത് പരിഭാഷ എടുത്തു നോക്കിയാലും മനസ്സിലാകുന്ന വിഷയമാണ്. ബല, അതെ നീയാണ് ഞങ്ങളെ റബ്ബ്. അന്ന് മനുഷ്യർ ഒന്നടങ്കം ഒറ്റൊരാളും ഒഴിയാതെ, ഒരാള് പോലും ഒഴിയാതെ, ജാതിയോ മതമോ വിഭാഗമോ വിശ്വാസമോ പ്രമാണമോ ഒന്നുമില്ലാതെ അന്ന് മനുഷ്യരാശി മുഴുവനും ഉടമസ്ഥനായ അള്ളാഹുവിന് കൊടുത്ത കരാറാണ് ബല, അതെ നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ്. ഷഹീദിന, ഭൂമിയിലെത്തിയാൽ ഞങ്ങൾ അത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഇതാണ് ഒന്നാമത്തെ ഷഹാദ. അത് ഷഹാദത്തുർ റുബൂബിയ്യ എന്നാണ് പറയുക. ഭൂമിയിലെത്തിയാൽ ഞങ്ങൾ അത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഇവിടുത്തെ മുസ്ലിം അള്ളാഹ്ക്ക് കൊടുത്ത കരാർ, ഉറപ്പ്. ഇവിടുത്തെ ഹിന്ദു അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ്. ഇവിടുത്തെ ക്രിസ്ത്യാനി അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ്. ഇവിടുത്തെ ജൂതൻ അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ്. ഇവിടുത്തെ മജൂസി അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ്. ഇവിടുത്തെ നിരീശ്വരവാദി അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ്. ഇവിടുത്തെ ഭൗതികവാദി അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ്. ബല, ഞങ്ങൾ തയ്യാറാണ്, നീ റബ്ബാണ് എന്നത് ജീവിച്ച് തെളിയിക്കാൻ. ഷഹീദിന, ഞങ്ങൾ ജീവിച്ച് തെളിയിക്കും ഭൂമിയിലെത്തിയാൽ. ഭൂമിയിലെത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് പ്രവാചകത്വം നൽകി. ഒന്നാമത്തെ മനുഷ്യന്, നമ്മുടെ പിതാവിന്, ഇവിടുത്തെ മുസ്ലിമിന്റെ പിതാവ്, ഹിന്ദുവിന്റെ പിതാവ്, ക്രിസ്ത്യാനിയുടെ പിതാവ്, ജൂതന്റെ പിതാവ്, മജൂസിയുടെ പിതാവ്, മനുഷ്യ പിതാവിന് അല്ലാഹു തആല അന്ന് കൊടുത്ത ഉറപ്പ്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പിതാവിനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു ജീവിക്കാൻ. ഭൂമിയിലെത്തി കരാറ് പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ അനുസരിച്ച് വേറൊരു കരാറും അല്ലാഹുവുമായിട്ടില്ല. അന്ന് അല്ലാഹു തആല മനുഷ്യർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, നിന്റെ ജീവിത സൗകര്യം ഞാൻ ശരിയാക്കി തരാം. ലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹി, നിനക്ക് തിന്നാനും കുടിക്കാനുമുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നിനക്ക് ഉറങ്ങാനും ഉടുക്കാനും ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ഉത്തരവാദിത്തം നിനക്കില്ല. മനുഷ്യരോടാണ് അല്ലാഹു സംസാരിക്കുന്നത്. അതെ, മതത്തിന്റെ അഡ്രസ് വെച്ചുകൊണ്ടല്ല അല്ലാഹു തആല തിന്നാനും കുടിക്കാനും ഭൂവാസികൾക്ക് നൽകുന്നത്. ആകാശത്തിൽ നിന്ന് മഴയിറക്കുന്നത് മതത്തിന്റെ അഡ്രസ് വെച്ചുകൊണ്ടല്ല. ഭൂമിയിൽ നിന്ന് വിളവുകൾ ഉണ്ടാകുന്നത് മതത്തിന്റെ അഡ്രസ് വെച്ചുകൊണ്ടല്ല. ഖുർആൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ വിരിപ്പാക്കി തന്നത് അല്ലാഹു നിങ്ങൾക്ക്. വഅൻസല മിനസ് സമാഇ മാഅ വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂര പോലെ വിധാനിച്ചു തന്ന അല്ലാഹ്. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് ആവുന്ന ആവോളം ആവശ്യത്തിനനുസരിച്ച് മഴയിറക്കി തന്ന അല്ലാഹ്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്ത്, നിങ്ങൾക്ക് തിന്നാൻ ആവശ്യമായ ഭക്ഷണത്തിന് റിസ്ഖല്ലക്കും, നിങ്ങൾ ആവശ്യ നിർവഹണത്തിന് ആവശ്യമായ രീതിയിൽ വിളവുകൾ ഉണ്ടാക്കി തന്ന അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇതിനൊന്നും അല്ലാഹു തആല പ്രതിഫലം ആവശ്യപ്പെടുന്നില്ല. ഇതിനൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും വ്യവസ്ഥകൾ വെക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു റഹ്മാനായത്. ഈ പറയപ്പെടുന്ന സൗകര്യങ്ങൾ മുഴുവനും മതവും ജാതിയും നോക്കാതെ ചെയ്യുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹു റഹ്മാൻ. അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്ന റഹ്മാനായ അല്ലാഹ്, കാരുണ്യത്തിന്റെ പൂർത്തീകരണമായ അല്ലാഹ്, ധിക്കാരിയെയും അനുസരിക്കുന്നവരെയും നോക്കാതെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്ന അല്ലാഹ്. എന്തൊരു വലിയ അല്ലാഹ്. അത് നമ്മളുടെ ചൊല്ലി
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതാണ് അല്ലാഹു അക്ബർ. തക്ബീർ. അല്ലാഹു വലിയവനാണ്. എന്തുകൊണ്ട് വലിയവനാണ്? ഭൂമിയിലെത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥം സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഭൂമിയിൽ ജീവിക്കാനുള്ള ആവശ്യങ്ങൾ, ഭൂമിയിൽ ജീവിക്കാനുള്ള ഏർപ്പാടുകൾ തർത്തീബാക്കി കൊടുക്കുകയായിരുന്നു. ആദമിന് നുബുവത്ത് കൊടുക്കുക വഴി. അങ്ങനെ ഒന്നാമത്തെ മനുഷ്യനായ നമ്മുടെ പിതാവ് നബിയായി. ഒന്നാമത്തെ മനുഷ്യനായ നമ്മുടെ പിതാവ് നബിയായി. ആരുടെ പിതാവ്? മനുഷ്യരുടെ പിതാവ്. മുസ്ലിമിന്റെ പിതാവല്ല, മനുഷ്യരുടെ പിതാവ്. എന്തിനാണ് നുബുവത്ത്? ആദമിനെ അല്ലാഹു തെരഞ്ഞെടുത്തു, നുബുവത്ത് നൽകിക്കൊണ്ട്. എന്തിന്? ആകാശത്ത് നിന്ന് കൊടുത്ത കരാർ ലംഘിച്ചു പോകരുത് എന്ന് മക്കൾക്ക് പരിശീലനം കൊടുക്കാൻ. ഒന്നാമത്തെ തലമുറ കഴിഞ്ഞു, രണ്ടാമത്തെ തലമുറ കഴിഞ്ഞു, മൂന്നാമത്തെ തലമുറ, 4, 5, 10 തലമുറ വരെ ഒരു കുഴപ്പവും ഈ ഭൂലോകത്തുണ്ടായിരുന്നില്ല. മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യത്തെ 10 തലമുറയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആകാശ ലോകത്തിൽ വെച്ച് നടത്തിയ കരാർ അനുസരിച്ച് ജീവിക്കുകയായിരുന്നു ഈ ഭൂലോകത്ത് മനുഷ്യർ. അല്ലാഹുവാണ് റബ്ബു എന്ന് അംഗീകരിച്ചുകൊണ്ട് ഒരു ഡിമാൻഡേ അല്ലാഹു തആലക്കുള്ളൂ. ഭൂമിയിലേക്ക് വരുമ്പോൾ ഉഅ്ബുദു റബ്ബക്കും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, എന്ത് ആവശ്യങ്ങൾ മുടങ്ങുമ്പോഴും, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും, ആകാശത്തിൽ നിന്ന് മഴ വരാൻ താമസിക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് വിളവുകൾ വരാൻ താമസിക്കുമ്പോൾ, കച്ചവടം ചെയ്ത് ലാഭം കിട്ടാൻ താമസിക്കുമ്പോൾ, രോഗം വന്ന് അസുഖം മാറാൻ താമസിക്കുമ്പോൾ, ഞാനല്ലാത്തവരെ നിങ്ങൾ സമീപിക്കരുത്, ഞാനല്ലാത്തൊരു ദേവിയെ സമീപിച്ചു പോകരുത്, ഞാനല്ലാത്തൊരു ദേവനെ സമീപിച്ചു പോകരുത്, ഞാനല്ലാത്തൊരു ഭഗവതിയെ സമീപിച്ചു പോകരുത്, ഞാനല്ലാത്തൊരു ഭഗവാനെ സമീപിച്ചു പോകരുത്, ഞാനല്ലാത്തൊരു നബിയെയോ റസൂലിനെയോ സമീപിച്ചു പോകരുത്, ഞാനല്ലാത്തൊരു വലിയനെയോ ഷെയ്ഖിനെയോ സമീപിച്ചു പോകരുത്, ഞാനല്ലാത്തൊരു തങ്ങളെയോ ബീവിയെയോ ബാവയെയോ സമീപിച്ചു പോകരുത്, ഞാനല്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരു മലക്കിനെയോ ജിന്നിനെയോ സമീപിച്ചു പോകരുത്, ഞാനല്ലാത്ത മരിച്ചുപോയ ഏതെങ്കിലും മഹദിയെയോ മഹാനെയോ സമീപിച്ചു പോകരുത്. ഈ കരാറ് നിങ്ങൾ ആ രീതിയിൽ വേണം പൂർത്തിയാക്കാൻ. അല്ലാഹു തആല പറഞ്ഞു, ലാ തഅബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ. വേറൊരു കരാറും അല്ലാഹു തആലക്ക് ഒരു ഡിമാൻഡും ഇല്ല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട്. ഇന്നുമില്ല. കിഴക്കും പടിഞ്ഞാറുമുള്ള മനുഷ്യരോട്, തെക്കും വടക്കുമുള്ള മനുഷ്യരോട് ഒരു ഡിമാൻഡും അല്ലാഹു തആലക്കില്ല. വിവാഹം ചെയ്തവർക്കെല്ലാം സന്താനങ്ങളെ അല്ലാഹു ഓശാരമായി കൊടുക്കുന്നു, മതവും ജാതിയും നോക്കാതെ. കച്ചവടം ചെയ്യുന്നവർക്കെല്ലാം ലാഭം അല്ലാഹു വേണ്ടുവോളം കൊടുക്കുന്നു, മതവും ജാതിയും നോക്കാതെ. രോഗമുള്ളവർക്കെല്ലാം ഭേദം അല്ലാഹു കൊടുക്കുന്നു, ജാതിയും മതവും നോക്കാതെ. ഇവിടെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ജാതിയെയും മതത്തെയും നോക്കുന്നില്ല. പിന്നെന്തിനാണ് ആവശ്യ പൂർത്തീകരണത്തിന് ആത്മീയ ബന്ധം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മഹദി മഹാന്മാരെ വെച്ചുകൊണ്ട് ലോകം മതമുണ്ടാക്കിയത്? എന്തിനാണ് ലോകത്ത് ദ്രാവിഡ മതം ഉണ്ടായത്? എന്തിനാണ് ആര്യമതം ഉണ്ടായത്? എന്തിനാണ് ജൂതമതം ഉണ്ടായത്? എന്തിനാണ് മജൂസി മതം ഉണ്ടായത്? എന്തിനാണ് ക്രിസ്ത്യാനി മതം ഉണ്ടായത്? എന്തിനാണ് ഷീഈ മതം ഉണ്ടായത്? ഈ 6 മതങ്ങൾ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, പാവപ്പെട്ട സാധാരണക്കാരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആത്മീയ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന പുരോഹിത വർഗത്തിന്റെ വെറും സങ്കല്പമാണ് മതങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു മതത്തിന്റെയും ഒരു മത പുരോഹിതന്റെയും ഒരു മതദേവി ദേവന്റെയും ശൈഖ് വലിയിന്റെയും ഇടയാള് വേണം എനിക്ക് നിങ്ങളെ കാര്യം നടത്തിത്തരാമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. പിന്നെന്തിനാണ് ഇതൊക്കെ ഉണ്ടായത്? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആകാശ ലോകത്തിൽ വെച്ച് നടത്തിയ കരാറ് ലംഘിച്ചു മനുഷ്യർ. ആ കരാറ് ലംഘിച്ച സന്ദർഭത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുമായി നൂഹ് നബിക്ക് വരേണ്ടി വന്നത്. അതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ ഇല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കല്ല, ശീസ് നബിന്റെ ദഅവത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കല്ല, ഇദ്രീസ് നബിന്റെ ദഅവത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കല്ല. 10 തലമുറ, ആ തലമുറയുടെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ദഅവത്തോ ചർച്ചയോ ആ കാലഘട്ടത്തിൽ ഇല്ല.
എന്നിട്ടാണ് ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തത്. മുസ്ലിമീങ്ങൾക്ക് പോലും ഇസ്ലാം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതാണ് ദുഃഖസത്യം. പിന്നെ മറ്റു മതക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ മെനക്കെടുന്നത് വെറും വ്യഥ മാത്രമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം 1-2 നബിമാരും 10 തലമുറകളും കഴിഞ്ഞതിന് നൂഹ് നബി ശേഷമേ, അതിന് ശേഷമല്ലേ നൂഹ് നബി ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് വന്നത്. അല്ലാതെ മറ്റൊരാളില്ല എന്ന് നൂഹ് നബിക്ക് സംസാരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതുവരെ അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. ഇദ്രീസ് നബി പറഞ്ഞത് റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. ശീസ് നബി പറഞ്ഞത് റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. ഈ നമ്മുടെ റബ്ബ് അല്ലാഹുവാണെന്ന ആശയത്തിൽ നിന്ന് അല്ലാഹു അല്ലാത്ത വേറൊരാളില്ല എന്ന് പറയാൻ വന്നത് പ്രവാചകന്മാർക്ക് വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ കരാർ ലംഘിച്ചത് കൊണ്ടാണ്. കരാർ ലംഘിക്കാൻ ഭൂമിയിൽ മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയത് 5 ഔലിയാക്കളുടെ ഖബറുകളാണ്, ജാറങ്ങളാണ്. ശിർക്കിന്റെ അടിസ്ഥാനം ജാറമാണ്. ബാക്കിയുള്ളത് മുഴുവനും അതിന്റെ അനുബന്ധം മാത്രമാണ്. ദ്രാവിഡ മതം നൂഹ് നബിയുടെ കാലഘട്ടത്തിലുള്ള ഔലിയാക്കളുടെ ജാറത്തിന്റെ അനുബന്ധം മാത്രമാണ്. ആര്യമതം അതിന്റെ അനുബന്ധം മാത്രമാണ്. ക്രിസ്തുമതവും ജൂതമതവും അതിന്റെ അനുബന്ധം മാത്രമാണ്. ഇന്നത്തെ ശീഈ മതം അതിന്റെ അനുബന്ധം മാത്രമാണ്. അടിസ്ഥാനം ശിർക്കിന്റെ അത് 5 ഔലിയാക്കളുടെ ഖബറാണ്. അല്ലേ? അപ്പോഴാണ് നൂഹ് നബിക്ക് വരേണ്ടി വന്നത് ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. നാമാണ് നൂഹിനെ പ്രവാചകനായി നിയോഗിച്ചത്. ഇന്നാ അർസൽ, ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്. ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്. ബഹുമാനപ്പെട്ട ആദമിന്റെ റസൂലല്ല, ശീസ് റസൂലല്ല, ഇദ്രീസ് റസൂലല്ല, നൂഹ് നബിയാണ്. 4ാമത്തെ നബിയാണ് ആദ്യത്തെ റസൂലായിട്ട് വരുന്നത്. എന്താണ് റസൂലിന്റെ ഡ്യൂട്ടി? ആകാശത്തിൽ വെച്ച് കരാർ ചെയ്തവർ ഭൂമിയിലെത്തി ലംഘിച്ചവരാ ലംഘനം തിരുത്തി തിരിച്ചു വരാൻ വേണ്ടിയുള്ള പ്രബോധനമാണ് റസൂലിന്റെ ഡ്യൂട്ടി. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഞാനാണ് നൂഹിനെ റസൂലാക്കി നിയോഗിച്ചത്. എന്തിന്? അൻഅൻദിർ ഖൗമക. ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു 10 തലമുറ. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അല്ലാഹു അല്ലാത്തൊരു ശക്തി അവർക്ക് പരിചയമില്ല. അല്ലാഹു അല്ലാത്ത വ്യക്തിയെ പരിചയമില്ല. വലിയനെ, ശൈഖിനെ, തങ്ങളെ, ബീവിയെ, ദേവിയെ, ദേവനെ, ഭഗവാനെ, ഭഗവതിയെ, യേശുവിനെ, ഉസൈറിനെ ആരെയും അവർക്ക് പരിചയമില്ല. അവർക്ക് ആകെ പരിചയം ആകാശലോകത്ത് വെച്ച് കണ്ട അള്ളാഹുവിനെ മാത്രം. അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ നൂഹ് നബി വന്നിട്ട് പറഞ്ഞു, അൻദിർ ഖൗമക, ഓ നൂഹ്, നിന്റെ ഖൗമിന് നീ മുന്നറിയിപ്പ് കൊടുക്കുക. മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. കെട്ടുകെട്ടുത്ത ശിക്ഷ ഞാൻ അവരെ പിടികൂടാൻ പോവുകയാണ്. നൂഹ് നബി പറഞ്ഞ വാക്കാണ് ഖുർആൻ സൂറത്തുൽ നൂഹ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? ആ 10 തലമുറ എന്ത് തെറ്റ് ചെയ്തു? ആ 11ാമത്തെ തലമുറ തെറ്റ് ചെയ്തതായിട്ട് പ്രമാണങ്ങളിൽ തെളിവില്ല. നൂഹ് നബി റസൂലായിട്ട് വന്ന ഖൗമ് എന്തെങ്കിലും ഒരു പരസ്യമായ തെറ്റ് ചെയ്തതായിട്ട് പ്രമാണങ്ങളിൽ തെളിവില്ല. അവർ പരസ്യമായി മദ്യപിക്കുന്നവരായിരുന്നില്ല, സിനാ ചെയ്യുന്നവരായിരുന്നില്ല, ചൂതാട്ടവും പലിശയും വാങ്ങുന്നവരായിരുന്നില്ല. ആ 10 തലമുറ ആകെ ചെയ്ത തെറ്റ് 5 ജാറങ്ങളിൽ ചെന്ന് ഇലാഹത്ത് വിളിച്ചു എന്നതാ. അതിന് വേണ്ടി കെട്ടുകെടുത്ത ശിക്ഷ ഞാൻ ഇറക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞത് വെറുതെയാണോ? ആലങ്കാരികമാണോ? സ്ട്രോങ് കൂട്ടാനാണോ? അല്ലാഹ്ക്ക് എന്താണ് അതിന്റെ ആവശ്യം? അന്ന് മുതൽ തുടങ്ങിയതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദഅവത്തും അതിനുള്ള ഏർപ്പാടുകളും മതങ്ങളും മുഴുവനും അതിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നാം അല്ലാഹുവാണ് റബ്ബ് എന്ന് ആകാശ ലോകത്ത് വെച്ച് പറഞ്ഞ ആ റബ്ബിനെ ഭൂമിയിൽ അനുസരിക്കാൻ, ആ ഷഹാദത്ത് പൂർത്തിയാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ? അല്ലാഹു മാത്രമാണ് റബ്ബ്. ലാ ഇലാഹ മഅഹു, അവനോടൊപ്പം വേറൊരാൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ആ കരാറിന്റെ പൂർത്തീകരണം. 1ാമത്തെ റസൂൽ വന്നു, 2 വന്നു, 313ാമത്തെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ. 313ാമത്തെ റസൂൽ. നൂഹിന് ശേഷം 7500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ റസൂലായിട്ട് വരുന്നത്. അന്ന് നൂഹ് നബി ചെയ്ത അതേ ജോലി തന്നെയാണ് മുഹമ്മദ് മുസ്തഫക്കും ചെയ്യാനുള്ളത്. അന്ന് ഖുറൈശികൾ, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികളാണ് ഖുറൈശികൾ, ഇസ്മായിലിന്റെ പൊന്നുമക്കളാണ് ഖുറൈശികൾ. ആ ഖുറൈശികളെ സംബന്ധിച്ച് ലോകത്തിന് വേറൊരു അഭിപ്രായമില്ല. അവർ തറവാട്ടുകാരാണ്, അന്തസ്സുള്ളവരാണ്. അവരെല്ലാ അന്തസ്സും പൂർത്തിയാക്കിയവരാണ്. ഖുറൈശി തറവാടുകാരാണ്. അതിന് തുല്യമായ ഒരു തറവാട് അന്നും ഇന്നും ഇനിയും ലോകത്തുണ്ടാകാൻ പാടില്ല. അത് അഷ്റഫുൽ ഖൽഖിന്റെ തറവാടാണ്, ഹബീബായ മുത്തിന്റെ കുടുംബമാണ്.
ആ കുടുംബം 4000 കൊല്ലത്തോളം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇസ്മായിൽ നബിക്ക് ശേഷം മുഹമ്മദ് നബിക്ക് മുമ്പ് ഒരു നബി പോലും ആ രാജ്യത്ത് വന്നിട്ടില്ല, ഒരു റസൂല് പോലും ആ രാജ്യത്ത് വന്നിട്ടില്ല. മറിച്ച് അപ്പുറത്ത് അങ്ങനെയല്ല. ഇസ്ഹാഖ് നബിന്റെ പാരമ്പര്യത്തിൽ 10000കണക്കിന് നബി വരേണ്ടി വന്നു, 10000കണക്കിന് റസൂല് വരേണ്ടി വന്നു. ഇസ്ഹാഖ് മുതൽ ഈസ വരെ ഇസ്രായേലി സന്തതികൾ 1000കണക്കിന് റസൂലുകളാണ് വരേണ്ടി വന്നത്. എന്താണ് കാര്യം? അവർ ഓരോരുത്തരും അതാത് സമയത്ത് കരാറ് ലംഘിച്ചുകൊണ്ടേയിരുന്നു. എന്ന ഖുറൈശികൾക്ക് ആ ദൗർഭാഗ്യം ഉണ്ടായിട്ടില്ല. 4500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ ജനിക്കുന്നത്, റസൂലായി വരുന്നത് ഇസ്മായിൽ നബിക്ക് ശേഷം. എന്താ ഇത്രയും ഗ്യാപ്പ് എടുത്തത്? എന്തുകൊണ്ട് റസൂൽ അവിടെ വന്നില്ല? അള്ളാഹ് അവഗണിച്ചത് കൊണ്ടാണോ ഇബ്രാഹിമിന്റെ കുടുംബത്തെ? ഇല്ല, അള്ളാഹു തആലയോട് ദുആ ചെയ്തു 4000 കൊല്ലം മുമ്പ് കഅബാലയത്തെ വെച്ചുകൊണ്ട്, എന്റെയും എന്റെ മക്കളെയും നീയല്ലാത്തവരെ ഇടക്ക് വസീല, അത് വസീലത്ത് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇസ്തിഗാസ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇടയാട്ടം നടത്തുന്നത്, ഇലാഹദ്റത്തിയും ജാഹും ബർക്കത്തും നടത്തുന്ന ഒരു സമൂഹത്തെ നീ എന്റെ മക്കളെ കൂട്ടത്തിൽ ഉണ്ടാക്കല്ലേ അല്ലാഹ്. ഉജ്നുബിനി വബനിയ, എന്റെ മക്കളെയും നീ മാറ്റി നിർത്തണം. നീയല്ലാത്ത പ്രതീകങ്ങളെയും പ്രതിബിംബങ്ങളെയും പരിഗണിക്കുന്നതിൽ നിന്ന്. അന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്തതാ. എന്നിട്ട് ദുആ ചെയ്തു, റബ്ബനാ വബ്അത്ത് ഫീഹിം റസൂലൻ മിൻഹും, എന്റെ മക്കൾ എന്തെങ്കിലും കാരണത്താൽ അബദ്ധത്തിൽ ചെല്ലുമ്പോൾ അവരെ ക്ലിയറാക്കി എടുക്കാൻ അവരെ കൂട്ടത്തുന്ന ഒരു റസൂലിനെ നീ അയക്കണേ അല്ലാഹുവേ. ആ റസൂലാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. എന്നർത്ഥം ഇബ്രാഹിമിന്റെ ദുആ അർത്ഥവത്താണ്. ഇബ്രാഹിമിന്റെ ദുആ ഖുർആൻ ശരീഫാണ്. അഷ്റഫുൽ ഖൽഖ് വരുന്നത് വരെയും ഒരു പ്രശ്നവും ഖുറൈശി കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ആ ഖുറൈശി കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് വരുന്നതിന്റെ വെറും 500 കൊല്ലം മുമ്പാണ് മഹാന്മാരായ ഔലിയാക്കളെ വെച്ചുകൊണ്ട് കഅബാലയത്തിന് ചുറ്റും ജാറങ്ങൾ പണിതി ഇലാഹ നടത്തി തുടങ്ങിയത്. അത് തിരുത്താനാണ് മുഹമ്മദ് മുസ്തഫ റസൂലായിട്ട് വന്നത്. അത് തിരുത്താനാണ് മുഹമ്മദ് റസൂൽ. അള്ളാഹു ചോദിച്ചു അവസാന കാലഘട്ടത്തിലെ ജനങ്ങളോട്, ഇനിയും നിങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ? ആകാശ ലോകത്ത് വെച്ച് എനിക്ക് തന്ന കരാറ് അത് നിങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായിട്ട് പൂർവീക പിതാക്കന്മാരെ വെച്ചുകൊണ്ട്, പാരമ്പര്യം വെച്ചുകൊണ്ട്, സമ്പ്രദായങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്റെ കരാറ് ലംഘിച്ചിരിക്കുകയാണ്. ഇനിയും തിരുത്താൻ നിങ്ങൾക്ക് അവസരമുണ്ട്. തയ്യാറായിക്കൊള്ളുക. തിരുത്താൻ തയ്യാറുണ്ടോ? ഉണ്ടല്ലാഹുവേ ഒരു ന്യൂനപക്ഷം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വെറുതെയാണ് മുനാരത്തിൽ വെച്ച് വിളിച്ചു പറയുന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അള്ളാഹ്ക്ക് കൊടുക്കുന്ന കരാറാണ് ഒരു ന്യൂനപക്ഷം, വളരെ ചെറിയൊരു ന്യൂനപക്ഷം. ഈ കരാർ അർത്ഥവത്തായി ഇന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും 2.5% എന്റെ സമുദായം ഓർക്കണം. ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് വെറും 2.5% ആകാശ ലോകത്ത് അല്ലാഹുവിന്റെ കൊടുത്ത കരാറ് ലംഘിച്ചതിനെ തിരുത്തുകയും അതിലേക്ക് തിരിച്ചു വരികയും അതിനി ഞങ്ങൾ ഒരിക്കലും ലംഘിക്കുകയില്ല എന്ന് ശപഥം ചെയ്യുകയും ചെയ്യുന്ന മുവഹിദുകൾ അവര് വെറും 2.5% ലോകത്ത്. നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ പച്ചയായ പരമാർത്ഥമാണ്. അതെങ്ങനെയാണ് നിങ്ങൾ പ്രാവർത്തികമാക്കുക? അള്ളാഹു ചോദിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ കൊടുക്കുന്ന ഷഹാദയുണ്ടല്ലോ, അള്ളാഹു അല്ലാത്ത ആരെയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇനി പരിഗണിക്കുന്ന പ്രശ്നമില്ല. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താണ് കരാറ്? അതെങ്ങനെയാണ് നിങ്ങൾ പ്രാവർത്തികമാക്കുക? നിങ്ങളെ പൂർവികന്മാരൊക്കെ ഏറ്റു പറഞ്ഞവരാണ്, അതൊക്കെ പിന്നീട് ലംഘിക്കുകയും ചെയ്യും. റസൂലുകളുടെ കാലഘട്ടത്തിലെല്ലാം നിങ്ങൾ പൂർവികന്മാരെ ഏറ്റുപറഞ്ഞതാണ്. റസൂലിന്റെ കാലഘട്ടം കഴിയുമ്പോൾ പുരോഹിതന്മാര് വരും, പുരോഹിതന്മാര് പുതിയ മതവുമായിട്ട് വരും, അല്ലാഹുവല്ലാത്ത ശക്തികളുമായി വരും, വലിയുകളുമായി വരും, ശൈഖുകളുമായി വരും, അതേപോലെ തന്നെ ജാറങ്ങളുമായി വരും, ക്ഷേത്രങ്ങളുമായി വരും, ചർച്ചുകളുമായി വരും, സിനഗോഗുകളുമായി വരും. ആ സമയത്തെല്ലാം അവർ ലംഘിക്കുകയും ചെയ്തു. പഴയത് പ്രതിജ്ഞയും തിരിച്ചുപോയി. വീണ്ടും റസൂല് വന്നു, വീണ്ടും തിരുത്തി, വീണ്ടും പോയി, വീണ്ടും റസൂല് വന്നു. അവസാനത്തെ റസൂലായി മുഹമ്മദ് റസൂലുള്ളാഹ്. ഇനി ഒരിക്കലും റസൂല് വരേണ്ടി വരികയില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് ഈ റിസാലത്തിന്റെ ശക്തി ലോകാവസാനം വരെ സൂര്യൻ പടിഞ്ഞാറെന്നുദിക്കുന്നത് ഒരു ശക്തിയായിട്ട് തന്നെ നിൽക്കും. അള്ളാഹു നമ്മളോട് ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ആ കരാറ് പൂർത്തിയാക്കുക? ഉത്തരമില്ല മനുഷ്യർക്ക്, അടിമകൾക്ക് ഉത്തരമില്ല. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാനിതാ ഒരു റസൂലിനെ നിയോഗിക്കുന്നു, ആ റസൂലിനെ നിങ്ങൾ ഇത്തിബാ ചെയ്താൽ മതി. തയ്യാറാണ് അല്ലാഹുവേ? അങ്ങനെ രണ്ടാമത്തെ ഷഹാദ വന്നു. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അശ്ഹദു, ഇനി ഞാൻ ജീവിച്ചു തെളിയിക്കും, അന്ന മുഹമ്മദൻ, ആ മുഹമ്മദ്, അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദ്, ആമിനാന്റെ മോൻ മുഹമ്മദ്, ഇബ്രാഹിമിന്റെ പേരക്കുട്ടി മുഹമ്മദ്, ഖുറൈശി തറവാട്ടിലെ പെൺതിരി മുഹമ്മദ് എന്റെ റസൂലാണ്.
ആ റസൂലിനെ അനുകരിച്ചുകൊണ്ട് ജീവിച്ച് ഞാൻ ഷഹാദ തെളിയിക്കും. ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വഅദ ചെയ്തു. എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചില അമലുകൾ പഠിപ്പിച്ചു തരാം. എന്തിനെന്നറിയോ? ഈ കരാറിന് ഡാമേജ് ഇല്ലാതെ മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്താൻ. അതിനുള്ളതാണ് 5 നേരത്തെ നിസ്കാരം, അതിനുള്ളതാണ് സക്കാത്ത് ഒരു വർഷത്തിൽ, അതിനുള്ളതാണ് റമദാൻ മാസത്തെ നോമ്പ്, അതിനുള്ളതാണ് ഹജ്ജ്. അടിസ്ഥാനം മനസ്സിലാക്കാതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, നോമ്പ് നോറ്റു എത്ര ആൾക്കാരാണ് പട്ടിണി മാത്രമാണ് അവർക്ക് ബാക്കി, ദാഹം മാത്രമാണ് അവർക്ക് ബാക്കി, ഒന്നും അവർ നേടിയില്ല. അതെ, അള്ളാഹ് കൊടുത്ത ഷഹാദത്തെ ലൈവാക്കി നിർത്തണം. ഡാമേജ് സംഭവിക്കാതെ മരിക്കുന്നത് വരെ ലൈവായി നിൽക്കണം. അതിനുവേണ്ടി അള്ളാഹ് ഏർപ്പാടാക്കിയതാണ് നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. അതിൽ ഒരു കർമ്മമാണ് നാം ഇന്ന് പൂർത്തിയാക്കിയത്. എന്തിനുള്ളതാണ് റമദാൻ മാസം? എന്തിനുള്ളതാണ് നോമ്പ്? അള്ളാഹ് കൊടുത്ത ഷഹാദ കൃത്യമായി ഇനി അങ്ങോട്ടും ഞാൻ ജീവിച്ച് തെളിയിച്ചോളാം എന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പട്ടിണി കിടന്നിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, രാത്രി ഉറക്കമൊഴിഞ്ഞിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവസാനത്തെ 10 പള്ളിയിൽ ഉറക്കമൊഴിഞ്ഞിരുന്നിട്ട് ഇത്തിക്കാഫുമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഖിയാമുൽ ലൈലുമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് പറയാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഷഹാദത്തിന് ഒരു കുഴപ്പവും വരാതെ നിലനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 4 കാര്യങ്ങൾ റമദാനിൽ നിനക്ക് ഞാൻ ഓഫറായിട്ട് തരികയാണ്. 4 കാര്യങ്ങൾ, അതിൽ 2 നിനക്ക് അവകാശപ്പെട്ടതാ, 2 അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റമദാനിൽ 4 കാര്യങ്ങളാണ് നടക്കേണ്ടത്. അതിലൊന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ കിതാബുകളിലും കിടക്കുകയല്ലേ. എന്താണ് റമദാൻ മാസത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിന് കുഴപ്പം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അല്ലാത്ത ഏതെങ്കിലും ശൈഖിനെയോ വലിയനെയോ തങ്ങളെയോ ബീവിയെയോ ബാവയെയോ മലക്കിനെയോ ജിന്നിനെയോ ദേവിയെയോ ദേവനെയോ ഭഗവാനെയോ ഭഗവതിയോ നിങ്ങൾ ക്ഷണിച്ച് നിങ്ങൾ അല്ലാഹ് കൊടുത്ത കരാറ് ലംഘിച്ച് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ റമദാനിൽ തിരുത്തണം. അതിനാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തിരുത്തി കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഭൂലോകത്ത് മുഴുവൻ. അതെ, തൗഹീദുള്ളവർ അത് തിരുത്തി, അല്ലാത്തവർ ശിർക്കിൽ തുടർന്നു. റമദാൻ 27-ാം രാവ് പോലും കെട്ടുകെട്ടുത്ത ശിർക്കിന്റെ ഖൗമായി ഈ സമൂഹത്തിന്റെ അഡ്രസ്സിലുള്ള ശിയാക്കൾ നടന്നപ്പോൾ അല്ലാഹു കോപിക്കുകയാണ്, അല്ലാഹു വെറുക്കുകയാണ് ഈ സമൂഹത്തെ. അല്ലാഹു കെട്ടുകെടുത്ത വെറുപ്പിലാണ്, അല്ലാഹു കെട്ടുകെടുത്ത ദേഷ്യത്തിലാണ്. എങ്ങനെയാണ് ദേഷ്യം അവൻ തീർക്കുക എന്ന് അല്ലാഹു അഅലം. നമുക്കറിയില്ല. മശരിഖ് മുതൽ മഗ്രിബ് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ആ ദേഷ്യം തീർക്കലാണോ നടക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്നും പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു സമൂഹം ഇടയാളയുണ്ടാക്കി. അതിനെ കടുകടുത്ത ഭാഷയിൽ അള്ളാഹു തആല വിമർശിച്ചു. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅഉ ലിർറഹ്മാനി വലദാ. അള്ളാഹുവിന്റെ ദേഷ്യം തീർത്താണ് അള്ളാഹു. കടുത്ത ഭാഷയിലാണ് അള്ളാഹു തആല സംസാരിച്ചത്. തകാദു സമാവാത്, ആകാശം പൊട്ടി കീറാൻ പോവുകയാണ്. യതഫത്തർന മിൻഹു, ആകാശം പൊട്ടി തകരാൻ പോവുകയാണ്. വതൻശഖുൽ അർദു, ഭൂമി വിണ്ടു കീറാൻ പോവുകയാണ്. വതഖിറുൽ ജിബാൽ, പർവ്വതങ്ങൾ പൊടിപൊടിയാകാൻ പോകുകയാണ്. എന്താ കാര്യം? അന്തഅ, ഒരു കൂട്ടം ജനങ്ങൾ വാദിച്ചതിനാൽ, ലിർറഹ്മാനി വലദാ, ദൈവത്തിന് പുത്രനുണ്ട് എന്ന് വാദിച്ചതിനാൽ. അല്ലാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആൻ എന്തായിരിക്കും കടുപ്പം ദേഷ്യം? എങ്കിൽ മുഹമ്മദി റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തവർ അല്ലാഹു അല്ലാത്ത വലിയകളെ കൊണ്ടും ശൈഖുകളെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും മലക്കുകളെ കൊണ്ടും ആ ഷഹാദത്തിന് വിഘ്നം നേരിടത്തക്ക വിധത്തിൽ പ്രവർത്തിച്ചാൽ ഈ സമുദായത്തോട് അല്ലാഹുള്ള കോപം എത്ര ഭയങ്കരമായിരിക്കുമെന്ന് നാം ആലോചിക്കണം. മൊറോക്കോ തൊട്ട് ഇന്തോനേഷ്യ വരെ, ഫലസ്തീൻ തൊട്ട് കായംകുളം വരെ. അതാണോ സംഭവിക്കാൻ പോകുന്നത്? ഒരു ശുദ്ധികലശമാണോ നടക്കാൻ പോകുന്നത്? സംശയിക്കേണ്ടിയിരിക്കുന്നു മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണെന്നും പറഞ്ഞ് തലമണ്ടക്കകത്ത് ഇസ്ലാമിക് പൊളിറ്റീഷ്യൻ കയറ്റി പിരാന്താക്കി വിട്ടൊരു സമൂഹത്തിന്റെ വെറും ഒരു വാചാടമല്ല ഈ നടക്കാൻ പോകുന്നത് എന്ന് നാം ആലോചിക്കണം. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ 4 കാര്യങ്ങളാണ് സ്വീകരിച്ചത് ഇതിനു വേണ്ടി. ഒന്നാമത്തെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. രണ്ടാമത്തേത് ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും,
ഒരു മാസം മുഴുവനും നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് റമദാന്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തത്, മുഹമ്മദ് നബിയും അനുയായികളും 15 കൊല്ലക്കാലമായി ആദർശത്തിന്റെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 15 കൊല്ലം പൂർത്തിയാക്കിയപ്പോൾ മുഹമ്മദ് നബിയും അനുയായികളും എത്രത്തോളം ആ പോരാട്ടത്തിൽ ജയിച്ചിട്ടുണ്ട് എന്ന് പരീക്ഷിക്കാനുള്ള ഉണ്ടാക്കിയത് ബദറാണ്. ബദർ യുദ്ധമാണോ? യുദ്ധത്തിന് വേണ്ടിയാണെങ്കിൽ ആയുധം കരുതാൻ പറയില്ലേ അല്ലാഹു തആല? നിരായുധരായ ഒരു സാധാരണക്കാരനോട് യുദ്ധം ചെയ്യണമെന്ന് പെട്ടെന്ന് അല്ലാഹു തആല പറഞ്ഞാൽ അല്ലാഹു എന്താണ് അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? വഴിയിൽ വെച്ചല്ലേ യുദ്ധത്തിന്റെ കാര്യം അല്ലാഹു പറയുന്നത് ജനങ്ങളോട്, മുസ്ലിങ്ങളോട്. ഒരായുധവും ഇല്ലാതെ വെറും 2 കുതിരയും 7 ഒട്ടകവുമായിട്ട് പോയ 313 ആളോട് അബൂ സുഫിയാന്റെ കച്ചവട സംഘം പോയി. 2 കാര്യങ്ങളാണ്. അത് അന്ന് അല്ലാഹു തആല അബൂ സുഫിയാന്റെ കച്ചവട സംഘം മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. തീർച്ചയായും കൊടുക്കാത്തത് ഖൈറായി. എന്തുകൊണ്ട്? ഇനി കാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമണ്ടക്കകത്ത് രാഷ്ട്രീയ പിശാചുക്കൾ കയറി ദ്രവിച്ചുപോയ മണ്ടയുമായി തലച്ചോറുമായി കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് അന്ന് അഷ്റഫുൽ ഖൽഖ് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും പലതും പിടിച്ചെടുക്കാമെന്ന് ചില സംഘടനകൾ യോഗം കൂടി തീരുമാനിച്ചേക്കാൻ ഇടയുണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും നമ്മളതിന്റെ ആൾക്കാരാണ്. അള്ളാഹു അനുവദിച്ചില്ല. ആ സംഘത്തെ അള്ളാഹു വിട്ടുകൊടുത്തില്ല. പിന്നെ അള്ളാഹു തആല ചെയ്തത് ആയുധം ഉപയോഗിച്ച് എതിരാളികളെ തകർക്കലാണോ? അതും അള്ളാഹു ചെയ്തില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആയുധമില്ലാതെ, സൈന്യങ്ങളില്ലാതെ, പട്ടാളമില്ലാതെ, കുതിരകളില്ലാതെ, ഒട്ടകങ്ങളില്ലാതെ വരുന്ന അബൂജഹലിന്റെ സംഘത്തെ നേരിടാൻ നിങ്ങൾ ഒരുക്കമാണോ? വെറും കൈയോടെ വന്നൊരു സമൂഹത്തോട് ഒരുക്കമാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഇസ്ലാം പാർട്ടിക്കാർ അന്നില്ലാത്തത് അള്ള കാത്തില്ലെങ്കിൽ നബിതങ്ങളെ മണ്ടനാക്കിയേനെ. ഒന്നുമില്ലാത്ത സമൂഹത്തോട് അള്ള ചോദിക്കുന്നത് തയ്യാറാണോ? അതെയാ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബാക്കളും പറഞ്ഞു തയ്യാറാണ്. ജയിച്ചു ബദറിൽ. ആദർശമാണ് ജയിച്ചത്, ആയുധമല്ല. അതിനാണ് റമദാൻ മാസം. രണ്ടാമതായിട്ട് റമദാൻ നടക്കുന്ന ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടുക എന്നതാണ്. അത് മുഅ്മിനീങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന 2 കാര്യം, ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ. അതായത് 29 ദിവസം ഈ ഉമ്മത്തിന്റെ ആവും പകലും ഒരുപോലെ അതിൽ ജയിച്ചു. കുറെ ആൾക്കാർ ഭൂരിപക്ഷം തോറ്റു, ചെറിയൊരു ന്യൂനപക്ഷം വിജയിച്ചു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അവരാണ് ഇരിക്കുന്നത്. 3-4 എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, സ്വർഗ്ഗപ്രവേശനവും നരകമോചനവുമാണ്. അത് എന്റെ വക നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എനിക്കുള്ളത് കരാർ പൂർത്തിയാക്കി. 1 ഷഹാദ, പിന്നെ 1 ഇസ്തിഗ്ഫാർ. അതിൽ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് ബാക്കി 2 ഞാൻ ഏറ്റു റമദാൻ മാസത്തിൽ. 1 സ്വർഗ്ഗപ്രവേശനം, മറ്റേത് നരകമോചനം. അതേ നാം ചോദിച്ചു അല്ലാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ. അങ്ങനെ ഒരു പരിശുദ്ധമായ നോമ്പ് പൂർത്തിയാക്കി ചെറിയ പെരുന്നാൾ സന്തോഷമായി അല്ലാഹുവിന്റെ മുമ്പിൽ നന്ദിയുള്ളവരായ മുവഹ്ഹിദുകൾ ഭൂലോകം മുഴുവനും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലുകളെ അല്ലാഹു ഓഫർ ചെയ്ത പരിശുദ്ധ റമദാനിന്റെ പരിസമാപ്തിയാക്കി തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ രോഗികളോട് അല്ലാഹു തആല കരുണ കാണിക്കട്ടെ, ആഫിയത്ത് അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ. മരിച്ചവരോട് അല്ലാഹു തആല കൃപ കാണിക്കട്ടെ. അല്ലാഹു ബർസഖിന്റെ ലോകം അവർക്ക് സന്തോഷമായി കൊടുക്കട്ടെ. നാം വീണ്ടെടുത്തിരിക്കുന്ന ഈ ഷഹാദ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ നിമിഷം, ഈ ഈദ്ഗാഹിൽ ഇരിക്കുന്ന ഈ നിമിഷം മുതൽ ഇനി ഞാൻ അല്ലാഹുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ ഞാൻ കൂട്ടുപിടിക്കാൻ നിന്നത്, ഞാനിതാ എല്ലാം ഒഴിവാക്കുന്നു. ഇനി എനിക്കൊരു ബന്ധവുമില്ല. അശ്ഹദു, അത് ഞാൻ ഈ സമയം മുതൽ ജീവിച്ച് തെളിയിക്കും. എങ്ങനെ തെളിയിക്കും? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദി റിസാലത്തിനെ മത്ബൂഇ ചെയ്തുകൊണ്ട്. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, 11 മാസം ജോലി തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ മുഅ്മിനീങ്ങൾക്ക് ജോലി തുടങ്ങാൻ പോവുകയാണ്. ശവ്വാല് പുറക്കലോടെ ജോലിയോട് ജോലി. 1ാമത്തെ ജോലി ഫിത്ർ സക്കാത്ത്, അത് പൂർത്തിയാക്കി. 2ാമത്തെ ജോലി പെരുന്നാൾ നിസ്കാരം, അത് പൂർത്തിയാക്കി. ഇനി നാളെ മുതൽ 6 നോമ്പ് തുടങ്ങാൻ പോവുകയാണ്. 6 നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിനുള്ള ഏർപ്പാടാണ്. ഹജ്ജിന് ഇഹ്റാം കെട്ടേണ്ടത് ശവ്വാൽ മാസം മുതലേ ആരംഭിക്കാവുന്നതാണ്. ഇനി അങ്ങോട്ട് ജോലിയോട് ജോലി. എന്തിന്റെ ജോലി? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പൂർത്തിയാക്കുന്ന ജോലി, മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ പൂർത്തിയാക്കുന്ന ജോലി. അതായിരിക്കട്ടെ എന്റെയും നിങ്ങളുടെയും
ലോകത്തിന്റെയും പെരുന്നാൾ ചിന്തകൾ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ.